9-ാം തീയതി ഇലക്ഷന്റെ അന്ന് വാർത്ത വരും, DA കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്യോഗസ്ഥരെ പിടിക്കാനാണോ, അതോ DA മാറി നിൽക്കുമോ? DA മാറുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് സർക്കാർ ഉദ്യോഗസ്ഥരുടെ മണ്ടയിൽ നിന്ന് ഒരു എതിർപ്പ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ വ്യത്യസ്ത വിഭാഗങ്ങളുടെ ആളുകളിൽ ക്ഷേമനിധി പെൻഷൻ കിട്ടുന്ന ആളുകൾക്ക് പലർക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, പലർക്കും കിട്ടുന്നില്ല. അവരുടെ ഭാഗത്തുനിന്ന് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പക്ഷേ സാമൂഹ്യക്ഷേമ പെൻഷൻ 3600 വരെ 2000, 1600 2 മാസത്തെയും കൂടി, നേരത്തെ 1600 പിന്നെ 2000, 3600 കിട്ടിയ ഒരു വിഭാഗമുണ്ട് ഇവിടെ. പിന്നെ 1000 രൂപ കിട്ടിയ ഒരു വിഭാഗമുണ്ട്. അപ്പോൾ ഒരു വശത്ത് ഗിഫ്റ്റ് മണി കിട്ടിയവരുണ്ട്, മറുവശത്ത് കിട്ടാത്തൊരു മഹാഭൂരിപക്ഷമുണ്ട്. പിന്നെ DAയുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പൊ ഇതൊരു വളരെ സങ്കീർണമായ ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പൊ നടക്കുന്നത് തീർച്ചയായിട്ടും. പിന്നെ തിരുവനന്തപുരത്താണെങ്കിൽ ആർക്കും ഇപ്പോ ഇന്നലെ ലോക്പാലോ എന്നൊരു സർവേ വന്നിട്ടുണ്ട്. സർവേയുടെ റിസൾട്ട് അനുസരിച്ച് ആർക്കും ഭൂരിപക്ഷമില്ലാത്ത രീതിയിലേക്ക് പോകുമെന്നും 1-ാം കക്ഷിയായി CPM വരുമെന്നും 2-ാം കക്ഷിയായി കോൺഗ്രസ് വരുമെന്നും, അതാണ് ആ സർവേയുടെ ഒരു വലിയ ഒരു വൈരുദ്ധ്യമായി നമുക്ക് തോന്നുന്നത്. 2-ാം കക്ഷിയായി കോൺഗ്രസ് വരുമെന്നും 3-ാം കക്ഷിയിലേക്ക് BJP പോകും